തൃണമൂൽ കോൺഗ്രസിനും വീണ്ടും കടുത്ത പ്രഹരം. 12 ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ബംഗാൾ പോലീസ് മരവിപ്പിച്ചു. ഇതുവരെ മരവിപ്പിച്ചത് 15 ബാങ്ക് അക്കൗണ്ടുകൾ. 1000 കോടി രൂപയുടെ നിക്ഷേപമാണ് 15 അക്കൗണ്ടുകളിൽ ഉള്ളത്. പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളിലെ അക്കൗണ്ടുകളിലാണ് നടപടി. അക്കൗണ്ട് ഉടമകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിവരങ്ങൾ പോലീസ് തേടി. 3 അക്കൗണ്ടുകൾക്ക് ഹൈക്കോടതിയുടെ ഇളവ് ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ പുതിയ നടപടി. മരവിപ്പിച്ച 12 പുതിയ അക്കൗണ്ടുകൾ ഒന്നിലധികം പൊതു സ്വകാര്യ ബാങ്കുകളിലാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏകദേശം 1000 കോടി രൂപയുടെ നിക്ഷേപമുള്ളതായി ആരോപിക്കപ്പെടുന്ന 15 TMC ബാങ്ക് അക്കൗണ്ടുകൾ ഇതുവരെ മരവിപ്പിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങളും ആ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിച്ചിട്ടുണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത്. കൽക്കട്ട ഹൈക്കോടതി TMCക്ക് 3 HDFC അക്കൗണ്ടുകൾ ഭാഗികമായി പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു. ജസ്റ്റിസ് സുബ്രത താലൂക്ക്ദാറിന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചതിന് 1 മാസത്തിന് ശേഷമാണ് ഈ നീക്കം. ഇടക്കാല ഉത്തരവനുസരിച്ച് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMCക്ക് സ്പെഷ്യൽ ഓഫീസർ ഒപ്പിട്ട ചെക്കുകൾ വഴി ദൈനംദിന ഭരണ ചെലവുകൾ, ജീവനക്കാരുടെ ശമ്പളം, നിയമപരമായ ചെലവുകൾ എന്നിവയ്ക്കായി മാത്രമേ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയൂ. പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് പ്രതിമാസം 1.25 ലക്ഷം രൂപ ഓണറേറിയം ലഭിക്കും. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളിൽ പാർട്ടിയുടെ 440 കോടിയോളം രൂപ വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചത്. ED അധികൃതർ വ്യക്തമാക്കുന്ന വിവരങ്ങൾ പ്രകാരം 2023 ഏപ്രിലും 2026 ജൂണിനും ഇടയിലായി തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഏകദേശം 160 കോടി രൂപ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും മാറ്റിയതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 112 കോടി രൂപയോളം ഉപയോഗിച്ച് എംബ്രായർ ലെഗസി 600 ബിസിനസ് ജെറ്റും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് 109 ASP ഹെലികോപ്റ്ററും വാങ്ങിയിരുന്നു. ഹെലികോപ്റ്റർ വാങ്ങാൻ ഉപയോഗിച്ച തുകയുടെ ഒരു ഭാഗം വിദേശ സ്രോതസ്സുകളിൽ നിന്നാണ് വന്നതെങ്കിലും ഭൂരിഭാഗം പണവും തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുള്ള അക്കൗണ്ടുകളിൽ നിന്നാണ് എത്തിയതെന്നാണ് ED അവകാശപ്പെടുന്നത്. ആഡംബര വിമാനവും ഹെലികോപ്റ്ററും വാങ്ങിയ ശേഷം അവ തൃണമൂൽ കോൺഗ്രസിന് തന്നെ വാടകയ്ക്ക് നൽകുകയും ഇവയുടെ ഉപയോഗത്തിനായി പാർട്ടി വലിയ തുകകൾ കമ്പനിക്ക് കൈമാറുകയും ചെയ്തതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. പണത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആരാണെന്ന് മറച്ചുവെക്കാനും ഇടപാടുകൾക്ക് നിയമസാധുത നൽകാനുമാണ് സങ്കീർണമായ തന്ത്രം ഉപയോഗിച്ചെന്ന് ED സംശയിക്കുന്നു. പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് വിമത MLA മാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം കൊൽക്കത്ത പോലീസ് തൃണമൂൽ കോൺഗ്രസിന്റെ 3 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പണമിടപാടുകൾ തടഞ്ഞിരുന്നു. ഏകദേശം 440 കോടിയോളം ഈ അക്കൗണ്ടുകളിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് വിഭാഗം സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജൂലൈ 2 കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഈ അക്കൗണ്ടിലേക്കുള്ള കൃത്യമായ തുക എത്രയെന്ന് വെളിപ്പെടുത്താൻ സ്വകാര്യ ബാങ്ക് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.